നമസ്കാരം. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും സംഭവ ബഹുലമായിരിക്കുന്നത് ശ്രീകൃഷ്ണ അവതാരമാണ്. പൂർണ്ണ പുണ്യാവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണത്തിൽ നിസ്സംശയം പ്രഖ്യാപിച്ചിരിക്കുന്നതാകുന്നു. വസുദേവരുടെ അഷ്ടപുത്രനായാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്നേഹത്തിന്റെ പ്രതീകമാണ്. കൃഷ്ണൻ അനേകം മനുഷ്യർക്ക് ആത്മസാക്ഷാത്കാരവും പ്രചോദനവുമാണ്. ശ്രീകൃഷ്ണൻ ഇല്ലാതെ മഹാഭാരതമില്ല. യുഗാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കൃഷ്ണകഥകളിൽ നാം അറിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായി അവതാരമെടുത്ത മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങൾ നമ്മുടെയെല്ലാം മനസ്സിൽ കളിയാടുന്നുമുണ്ട്. ഓരോ രൂപവും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഓരോ അനുഭവ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ ചിത്രം വെണ്ണക്കണ്ണന്റെ ചിത്രമാണ്. വെണ്ണ കട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രം വെച്ച് ആരാധിക്കുന്നത് ആ വ്യക്തികൾക്ക് സന്താന സൗഖ്യത്തിന് ഫലപ്രദമാണ് എന്നാണ് പറയുക. ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കുന്നതാണ്. മറ്റൊന്ന് ആലിലക്കണ്ണന്റെ ചിത്രമാണ്. പലരും വീടുകളിൽ വച്ച് ആരാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആലിലക്കണ്ണന്റെ ചിത്രം. ഗൃഹത്തിൽ വെച്ച് ആരാധിക്കുന്നത് സന്താന സംബന്ധമായ അരിഷ്ടതകൾ നീങ്ങുവാൻ ഏറ്റവും ഉത്തമമാണ് അഥവാ സഹായകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ വച്ച് ആരാധിക്കേണ്ടതായ ഒരു ചിത്രം തന്നെയാണ് ഇത്. പശുവിന്റെ അകിടിൽ നിന്നും പാൽ കുടിക്കുന്നതായ ശ്രീകൃഷ്ണ ചിത്രം വച്ച് വീടുകളിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആരോഗ്യപരമായ ക്ലേശങ്ങൾ അഥവാ സന്താനങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ആരോഗ്യ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും, രോഗദുരിതങ്ങൾ അകലും എന്നാണ് പറയുക. അതിനാൽ നിത്യവും വിളക്ക് തെളിയിച്ച് അമ്മമാർ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ ചിത്രം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ദാമ്പത്യ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിനും ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യം ഉറപ്പിക്കുന്നതിനും സഹായകരമായി തീരും. ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ദമ്പതികൾ വീടുകളിൽ വയ്ക്കേണ്ടതായ ഒരു ചിത്രം തന്നെയാണ് രാധാകൃഷ്ണന്മാരുടെ ചിത്രം. മുരളി കൈയൂതുന്ന ഭഗവാന്റെ ചിത്രമാണ് വീടുകളിൽ ആരാധിക്കുന്നത് എങ്കിൽ അത് ആ വീടുകളിൽ കുടുംബ ഭദ്രതയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. ശ്രേയസിനും കലഹ നിവൃത്തിക്കും അത്യുത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഏറ്റവും ശുഭകരം തന്നെയാണ് ഈ ചിത്രം വീടുകളിൽ വച്ച് ആരാധിക്കുന്നത്. കാളിയ മർദ്ദന കൃഷ്ണരൂപം വച്ച് ആരാധിക്കുന്ന ഗൃഹങ്ങളിൽ ശത്രുദോഷവും നാഗദോഷങ്ങളും ബാധിക്കില്ല എന്നാണ് പറയുക. അല്ലെങ്കിൽ അത്തരം ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം നാൾക്ക് നാൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ ചിത്രം വീടുകളിൽ വച്ച് ആരാധിക്കുവാനും ഏവരും ശ്രമിക്കുക. ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാനും ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കാനും വന്നു ചേർന്നിരിക്കുന്നതായ ദുരിത ദുഃഖങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഗോവർദ്ധനഗിരിധാരിയായ ശ്രീകൃഷ്ണ രൂപം ആരാധിച്ചാൽ മതി എന്നാണ് പറയുക. തീർച്ചയായും ഈ ചിത്രവും ഏറ്റവും വിശേഷമാണ്. മംഗല്യദോഷം മാറി വിവാഹയോഗം ഉണ്ടാകുവാൻ രുക്മിണി സ്വയംവര ഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചാൽ മതി എന്നാണ് പറയുക. ഏറ്റവും ഉത്തമമാണ് ഈ ചിത്രം വീടുകളിൽ വച്ച് ആരാധിക്കുന്നത്. ദാരിദ്ര്യ നാശത്തിനും കടബാധ്യതകൾ ഒഴിയുവാനും സുഹൃത്ത് ബന്ധങ്ങൾ നിലനിൽക്കുവാനും കൃഷ്ണ കുചേല ചിത്രം വച്ച് ആരാധിച്ചാൽ മതി എന്നാണ് പറയുക. അത്രമേൽ വിശേഷമാണ്. എല്ലാ ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കുവാൻ ഗുരുവായൂരപ്പ ചിത്രം വച്ച് ഭഗവാന്റെ ചിത്രം വച്ച് ആരാധിക്കുന്നതും വിശേഷമാണ്. ഫലം നിശ്ചയമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. പ്രത്യേകതകൾ അറിഞ്ഞ് ഭഗവാന്റെ ചിത്രം ആരാധിച്ചാൽ
ഉടനെ ഫലം ലഭിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കുന്ന ചതുർബാഹുവും ശംഖചക്ര ഗദാപത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. ഉണ്ണിക്കണ്ണനായി സങ്കല്പിക്കപ്പെടുന്ന ഭഗവാനെ ഗുരുവായൂരപ്പൻ എന്നാണ് ഭക്തർ വിളിച്ചു പോരുന്നത്. പാതാളാഞ്ജനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടത്തെ അതിമനോഹരമായ വിഗ്രഹം. തന്മൂലം ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരവും, പുറകിലെ വലത് കൈയിൽ ചക്രം, മുമ്പിലെ വലത് കൈയിൽ പത്മം, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത് കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തിന് നിയമപ്രകാരം ജനാർദ്ദനൻ എന്ന് പറയും. ഗുരുവായൂരിലെ പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. ഐശ്വര്യവർദ്ധനവിനും കുടുംബ ഐക്യം നിലനിൽക്കുവാനും ലക്ഷ്മി നാരായണ രൂപം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. എല്ലാ വീടുകളിലും തീർച്ചയായും ഉണ്ടാകേണ്ടതായ ഒരു ചിത്രം തന്നെയാണ് ലക്ഷ്മി നാരായണന്മാരുടെ ചിത്രം. നിങ്ങൾ തീർച്ചയായും വീടുകളിൽ വാങ്ങി വയ്ക്കുക. വാങ്ങി നിത്യവും വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് നാൾക്ക് നാൾ ഐശ്വര്യവും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുമ്പോൾ അത് വടക്ക് കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വിഗ്രഹത്തിന്റെ മുഖം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ വടക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ ആണ് എന്ന് ഉറപ്പുവരുത്തുക. എന്നിരുന്നാലും വിഗ്രഹം വയ്ക്കുന്നതിന് അടുത്തുള്ള മുറികളും നിങ്ങൾ പരിഗണിക്കേണ്ടതാകുന്നു. കൃഷ്ണ വിഗ്രഹം ഒരിക്കലും ഒരു കുളിമുറിയുടെ കിടപ്പുമുറിയുടെയോ ചുവരിനോട് ചേർത്ത് വയ്ക്കുക അരുത് എന്നാണ് പറയുക. വിഗ്രഹം വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും ഫലപ്രദമായാണ് കണക്കാക്കുന്നത്. അത്രമേൽ ശുഭകരമാകുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോ അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ അഭിമുഖീകരിക്കുന്നതും ഉത്തമമാകുന്നു. പക്ഷെ ഒരിക്കലും വടക്ക് നിന്നും നിങ്ങൾ ഒരിക്കലും തെക്കോട്ട് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം വയ്ക്കുന്നത് ഏറ്റവും ദോഷകരമായാണ് കണക്കാക്കുന്നത്. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് സമമായി വേണം വയ്ക്കുവാൻ. കണ്ണിന് മുകളിലോ താഴേക്കോ നീക്കാതെ പ്രതിമ അഥവാ ഭഗവാന്റെ വിഗ്രഹം നോക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതാണ് ഉത്തമം. നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കുക. വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. സാധിക്കാത്തവരാണ് എങ്കിൽ ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഒരു തുളസിയിലെയെങ്കിലും സമർപ്പിക്കുക. ഇത് നിത്യവും സമർപ്പിക്കുന്നത് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുവാൻ സഹായകരമാകുന്നു. നിത്യവും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക.